കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ ഹരിപ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് മുന്നിലെ മരത്തിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കൊല്ലത്ത് നിന്നും ഷമീറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ഇക്കാര്യത്തിൽ എന്താണ് പോലീസ് അടക്കം പറയുന്നത്? അത് ചില കുടുംബ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. 2 മാസമായി ഇയാൾ ജോലിക്ക് എത്തിയിരുന്നില്ലെന്നും മദ്യപാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് നിലവിൽ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഈ മദ്യപാന പ്രശ്നങ്ങൾ മൂലം ഡി അഡിക്ഷൻ സെന്ററിലടക്കം ഈ ഉദ്യോഗസ്ഥനെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും ചില കുടുംബ പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമല്ല. കുടുംബ പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം. സ്വാതി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതും നീലേശ്വരത്ത് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരണമല്ല എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മ 16 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. ഇതിൽ അതീവ ദുഃഖിതനായിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ മദ്യപാനം കൂടുകയും പിന്നീട് ഈ ജോലിയിൽ കയറാതിരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തത്. കുറച്ചധികം മാസമായി ജോലിയിൽ കയറുന്നില്ല, അതായത് 2.5 മാസത്തിലധികമായി ജോലിയിൽ കയറുന്നില്ല എന്നാണ് അറിഞ്ഞത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഈ ഒരു ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും ഇതൊരു ജോലി സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ അല്ല ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ മരത്തിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ചതിൽ കാണപ്പെട്ടത്. ഒരു അസ്വാഭാവിക മരണത്തിന് പോലീസ് നിലവിൽ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് എടുക്കും. ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാതി.